ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു ബട്ടൻ്റെ ഹോളും പിന്നെ ഒരു ബട്ടണും എങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ പഠിക്കാം. ആദ്യം ഏത് ബട്ടണാണോ നമുക്ക് തയ്ക്കാൻ ആവശ്യമുള്ള ആ ബട്ടൺ എടുത്ത് അതിൻ്റെ അളവ് മുകളിലും താഴെയും മാർക്ക് ചെയ്തതിന് ശേഷം അത് നടുക്കുവിൽ കൂടെ ഒരു വര വരച്ചിട്ട് അത് സെൻറ്റർ നോക്കി മടക്കിയതിന് ശേഷം കട്ട് ചെയ്യുക. ആ നമ്മൾ മേളിൽ കൊടുത്തിട്ട് പോയിൻറ്റിൻ്റെ അവിടം വരെ കട്ട് ചെയ്യുക, അതിൽ കൂടുതൽ കട്ട് ചെയ്യരുത്. കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ആവശ്യമുള്ള അതേ സെയിം കളറിലുള്ള നൂലെടുക്കുക. ചെറിയ സൂചി വേണം എടുക്കാനായിട്ട്. സൂചി എടുത്ത് അതിൻ്റെ നമുക്ക് അടിയിൽ നിന്ന് കുത്തിയെടുത്ത് ഒരു ബ്ലാങ്കറ്റ് സ്റ്റിച്ച് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഇതെടുത്ത് ആ ഹോളിൻ്റെ പകുതിയോളം തയ്ച്ച് ഇത് താഴെ നിന്ന് ഒരേ അളവിൽ വേണം കുത്തിയെടുക്കുവാനായിട്ട്. നീഡിലെ ചുറ്റി ഒത്തിരി ടൈറ്റായിട്ട് വലിക്കരുത്. ജസ്റ്റ് അതേ സെയിം അളവിൽ തന്നെ കുത്തി എടുത്ത് നൂലിങ്ങോട്ടിട്ട് ഇങ്ങനെ അതിൻ്റെ എൻഡ് വരെ നമ്മൾ രണ്ട് സൈഡിലും തയ്ക്കണം. അതേപോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന ബെല്ലൈക്കനോട്ടുണ്ടല്ലോ, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്ത് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് സമയത്തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരും. അപ്പം ഞാനിടുന്ന വീഡിയോസ് എന്നൊക്കെ പറയുന്നത് സ്റ്റിച്ചിങ് വീഡിയോസ്, കട്ടിങ്, പിന്നെ ഹെയർ ബോ ഉണ്ടാക്കുന്നത്, ജ്വല്ലറി മേക്കിംഗ് ഒക്കെ ഇടാറുണ്ട്. ഇപ്പോൾ ഒരു സൈഡ് നമ്മൾ തയ്ച്ചു തന്നെ അതിൻ്റെ എൻഡിൽ വന്നിട്ട് അവിടെ അതേപോലെ തയ്ക്കുകയല്ല, നമ്മൾ ജസ്റ്റ് നീളത്തിൽ ഇതേപോലെ കുത്തിയെടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുള്ള സ്റ്റിച്ചില്ലേ, അതേപോലെ 3 സ്റ്റിച്ചോളം അവിടെ ഇടണം. കുറഞ്ഞതൊരു 3 സ്റ്റിച്ച് അവിടെ ഇങ്ങനെ സ്ട്രെയിറ്റ് സ്റ്റിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ അതേ ലെവലിൽ തന്നെ വീണ്ടും ബ്ലാങ്കറ്റ് സ്റ്റിച്ച് തയ്ക്കുകയാണ്. അപ്പോൾ ഹോളിൻ്റെ ഒരു സൈഡ് നമ്മൾ ആദ്യം തയ്ച്ചു കഴിഞ്ഞു, ഇതിന് രണ്ടാമത്തെ സൈഡാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തയ്ക്കുമ്പോഴും അതേ മെത്തേഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഇതുപോലെ സ്റ്റിച്ചിങ് വീഡിയോസ് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്കത് വാട്സാപ്പിലൂടെയോ ഫേസ്ബുക്കിലൂടെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ പറ്റും. നിങ്ങളുടെ സപ്പോർട്ട് എല്ലാ യൂട്യൂബേഴ്സിനും ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് സ്റ്റിച്ചിങ് പഠിക്കാനും ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസ് വളരെ ഉപകാരം ചെയ്യുന്നതാണ്. അപ്പം നമ്മളവിടെ മുഴുവൻ തയ്ച്ചു കഴിഞ്ഞതിൻ്റെ എതിർ സൈഡോ ഓപ്പോസിറ്റ് സൈഡോ അതുപോലെ ഞാൻ പറഞ്ഞില്ലേ സ്ട്രെയിറ്റ് സ്റ്റിച്ചിട്ട് തയ്ച്ച് എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷം നമ്മൾ ആദ്യം തയ്ച്ചതിൻ്റെ ഒരു കോർണറിൻ്റെ ആ കോർണർ പോർഷനിൽ ബ്ലാങ്കറ്റ് സ്റ്റിച്ച് 2-3 സ്റ്റിച്ച് കൂടി ഇട്ടാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആവുള്ളൂ. അങ്ങനെ ഇട്ട് അടിയിലിട്ട് കുത്തിയെടുത്ത് ടൈറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്.
അടുത്ത നമുക്ക് ഒരു ബട്ടൺസ് എങ്ങനെ തയ്ക്കുന്നത്. ബട്ടൺസിന് നോർമലി 4 ഹോളുകൾ കാണും. അപ്പം നമ്മൾ എവിടെയാണ് ബട്ടൺസ് ഇടിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അവിടെ വെച്ചിട്ട് സെയിം നൂല് തന്നെ, ബട്ടൺസിൻ്റെ അതേ കളറിലുള്ള നൂല് വേണം എടുക്കാനേ. ഞാൻ ഇതിനകത്ത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ആദ്യത്തെ ഹോളിൽ നിന്ന് ഐ തയ്ക്കുന്ന പോലെ തയ്ക്കുകയാണ്. 2 സ്റ്റിച്ച്. ഞാൻ ഇതിനകത്ത് 4 മടക്കുള്ള നൂല് ഇട്ടിരിക്കുന്നത്. അപ്പം 2 തവണ സ്റ്റിച്ച് ചെയ്താൽ മതി. അതേപോലെ ഒന്നുകൂടെ കുത്തിയിറക്കി വീണ്ടും ഒന്നുകൂടെ അതേ സെയിം ഹോളിൽ കൂടെ. ഇങ്ങനെയാണ് ബട്ടൺ സ്റ്റാൻഡേർഡ് രീതി തയ്ക്കുന്നത്. അത് കുത്തിയെടുത്ത് മേളിലോട്ട് കൊണ്ടുവരിക, അതിൻ്റെ അടിയിലോട്ട് കൊണ്ടുവന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു കെട്ട്. ഒരിക്കലും ഇങ്ങനെ ചെയ്താൽ ബട്ടൺസ് ഒരിക്കലും ഊരിപ്പോവുകയില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്യുക, താഴേക്ക് വീണ്ടും കുത്തിയിറക്കുക, അടിയിൽ കെട്ടിട്ട് എടുക്കുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. അപ്പം വീഡിയോ വാച്ച് ചെയ്തതിന് ഒത്തിരി താങ്ക് യു വെരി മച്ച്. ഓക്കെ.